പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മെയ് മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. മെയ് മാസം 3-ാം തീയതി സഭ വിശുദ്ധ പീലിപ്പോസിന്റെയും ചെറിയ യാക്കോബിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനം ഇന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്, നിങ്ങൾ ലൗകിക മനുഷ്യരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളസിനുള്ളവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്പം സ്നേഹത്തോടുകൂടി അവരെ ശാസിച്ചുകൊണ്ട് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, കളകളുടെ ഉപമകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിതക്കാരന്റെ ഉപമ പറഞ്ഞു പഠിപ്പിച്ച കർത്താവ് അത് നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ കളകളുടെ ഉപമ, കളകള് ഒരിക്കലും ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിയിടത്തില് വളരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ആഗ്രഹിക്കാതെ തന്നെ വിളവോടൊപ്പം തന്നെ കളകളും പ്രത്യക്ഷപ്പെടുക ഒരു പ്രതിഭാസമാണ്. പല ഘട്ടങ്ങളില് ഈ കളകള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കൃഷിക്കാരൻ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, കൊയ്ത്തുകാലം വരെ ഇതവിടെ നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. കൊയ്ത്തുകാലത്തോടൊപ്പം തന്നെ കളകളും വളർന്നു വരുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചെയ്യുന്നത് ശത്രുവാണ്. കള എന്ന് പറഞ്ഞാൽ കളയേണ്ടതാണ്, അതൊരിക്കലും അവിടെ നിലനിർത്തേണ്ടതല്ല. കാലാസമയങ്ങളിൽ കള പറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് കൃഷിക്ക് വളരെയേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കളകൾ എന്താണ്? ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരം കളകള്, ഇവയെക്കുറിച്ച് നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. കളകളുടെ പ്രസൻസ് ഒരു ഫാക്റ്റാണ്, അതിനെ നമ്മൾ മനസ്സിലാക്കണം. കളകള് മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യഥാസമയങ്ങളിലും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉടലെടുക്കുന്ന കളകള് എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് ഉന്മൂലനം ചെയ്ത് മാറ്റി നല്ല ഫലം ശേഖരിക്കുവാനും ആ നല്ല ഫലം അറപ്പരയിൽ ശേഖരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ